Hi friends, welcome to my channel Dream Your Life. ഇനി ഞാൻ വന്നിരിക്കുന്നത് OET റൈറ്റിങ്ങിൽ 5 minutes preparation time എങ്ങനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ OET റൈറ്റിങ്ങിൽ 5 minutes റീഡിംഗ് ടൈം നമുക്ക് പെൻസിൽ അല്ലെങ്കിൽ പെന്നൊന്നും ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇത് ജസ്റ്റ് റീഡിംഗ് ടൈം മാത്രമാണ്. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ 5 minutes ടൈമിൽ വായിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഒരു 5 minutes കൂടെ എടുത്ത് വായിച്ചിട്ട് വേണം നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 5 minutes റീഡിംഗ് ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഫസ്റ്റ് കേസ് നോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ലാസ്റ്റായിട്ടായിരിക്കും റൈറ്റിംഗ് ടാസ്ക് ഉണ്ടാകുക. ആദ്യം നമ്മൾ റൈറ്റിംഗ് ടാസ്ക് വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ലെറ്റർ ആർക്കാണ് എഴുതുന്നത്. ഒന്നുകിൽ ഒരു നേഴ്സിനായിരിക്കാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടർ, ഒരു GPക്കായിരിക്കാം, സോഷ്യൽ വർക്കർ, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, മ്യൂസിക് തെറാപ്പിസ്റ്റ്, അങ്ങനെ ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അവരുടെ ഡെസിഗ്നേഷനും അവരുടെ അഡ്രസ്സൊക്കെ റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു ഡോക്ടറിന് എഴുതുന്ന കാര്യമായിരിക്കില്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനുള്ള ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെ കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ റൈറ്റിംഗ് ടാസ്ക് വായിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വായിക്കേണ്ടത് കേസ് നോട്ടാണ്. കേസ് നോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഡിസ്ചാർജ് ലെറ്റർ ആണോ, റെഫറൽ ആണോ, ട്രാൻസ്ഫർ ആണോ, ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് നമ്മൾ എഴുതേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് കേസ് നോട്ട് വായിക്കുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നോൺ ആണോ അൺനോൺ ആണോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിങ്ങിൽ. നോൺ കേസാണോ അൺനോൺ കേസാണോ എന്ന് നമുക്കത് കേസ് നോട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പേഷ്യൻസ് ഓൺ GP അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് _S, പേഷ്യൻ്റെ പേര് കൊടുത്ത് _S GP എന്ന് വെച്ചാൽ അത് നോൺ കേസ് ആയിരിക്കും. എന്നാൽ പേഷ്യൻസ് ന്യൂ GP എന്ന് പറഞ്ഞാൽ അത് നോൺ കേസ് ആകില്ല. കാരണം പുതിയ GPയെ പേഷ്യൻ്റ് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നോൺ ഓർ അൺനോൺ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്. അതായത് പേഷ്യൻറ്റിന് എന്തിനാണ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ അവർക്ക് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ ആ റിസീവർക്ക് മനസ്സിലാകണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. നമ്മളെപ്പോഴും റിസീവറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, ഈ ലെറ്റർ എനിക്കാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ റിലവൻറ്റ് ആൻഡ് ഇറിലവൻറ്റ് ഇൻഫർമേഷൻ വേർതിരിക്കാൻ നമുക്ക് കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് തെറ്റിപ്പോയാൽ നമ്മുടെ ലെറ്റർ ഓർഗനൈസേഷൻ മൊത്തം തെറ്റും. അപ്പോൾ റിലവൻറ്റ് ഏതാണ്, ഇറിലവൻറ്റ് ഏതാണ്. ഇപ്പോൾ ഒരു നോൺ കേസ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ അത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നോൺ ഓർ അൺനോൺ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ റിലവൻ്റ് ആണോ ഇറിലവൻ്റ് ആണോ ഇൻഫർമേഷൻ എന്നതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഈ 5 minutes ടൈമിൽ നമുക്കിതെല്ലാം വായിച്ചിട്ട് ഇത് ഏതായിരിക്കും റിലവൻറ്റ് ഇറിലവൻ്റ് എന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. നമുക്കത് ക്രോസ് ചെയ്യാൻ ആ സമയത്ത് പറ്റില്ല, പക്ഷെ നമുക്ക് അതൊന്ന് കണ്ടുവെക്കാവുന്നതാണ്. അതുപോലെ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ എക്സാം ടൈമിൽ ചെയ്തൊരു കാര്യമാണ്. അതായത് ഏതൊക്കെ കണക്റ്റേഴ്സ് നമുക്ക് ഈ സിനാരിയോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗവർ, ദെയർഫോർ, ഡെസ്പൈറ്റ്, അങ്ങനെ എന്തെങ്കിലും കണക്റ്റേഴ്സ് നമുക്കിതിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ. ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കരുത്. ഇതിൽ ഈ 3 കണക്റ്ററല്ല, ഏതെങ്കിലും കണക്റ്റേഴ്സ് 1-2 യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തുമായിരിക്കണം. അപ്പം ഈ കണക്റ്റേഴ്സ് എവിടെയെങ്കിലും ഈ റൈറ്റിംഗ് ടാസ്കിലിടെ കൊണ്ടുവരാൻ പറ്റുമോ, ഏത് ഭാഗത്ത് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റിയും കൂടി ഒന്ന് ഈ 5 minutes ടൈമിൽ ചിന്തിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 5 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 minutes കൂടി എടുത്ത് വായിച്ച് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ഇറിലവൻറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ഒന്നുകൂടെ ഒന്ന് വായിക്കും. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്കത് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് കട്ട് ചെയ്ത് കളയുക. നമ്മൾ ആ 5 minutes ടൈമിൽ ഏതൊക്കെ കണക്റ്റേഴ്സ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വന്ന് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നത് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് റൈറ്റിംഗ് എഴുതി വരുമ്പോൾ അത് മിസ്സാവതില്ല.
ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന, അതായത് നമുക്ക് ഏതൊക്കെ വെർബാണ് ഓരോ സെൻറ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അന്നേരം തന്നെ എഴുതി വെക്കുക. ഒരു ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് എക്സാമിൻഡ് അല്ലെങ്കിൽ ഡിറ്റീരിയറേറ്റഡ്, ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ ഡിക്ലൈൻഡ്, അങ്ങനെ ഏതാണോ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് അന്നേരം തോന്നുന്നത്, അങ്ങനത്തെ വാക്കുകൾ നമുക്ക് കിട്ടുന്നത് അന്നേരം തന്നെ ജസ്റ്റ് കേസ് നോട്ടിൽ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് അത് നമ്മൾ ലെറ്റർ എഴുതി വരുമ്പോൾ നമുക്കത് മറന്നു പോകാതെ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. OET റൈറ്റിങ്ങിലെ 5 minutes റീഡിംഗ് ടൈം എങ്ങനെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാം എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ